ഹായ് ഹലോ. അപ്പോൾ ഇന്ന് പാച്ചുവിൻ്റെ പിറന്നാളിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി. അമ്പലത്തിൽ പോയപ്പോൾ പാച്ചുവിന് ഭയങ്കര സർപ്രൈസായിട്ട്, ഞാൻ പായസമൊന്നും വയ്ക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു, പക്ഷേ സർപ്രൈസായിട്ട് പായസമൊക്കെ കിട്ടി. അങ്ങനെ ബോറടിച്ച് കുറച്ച് നേരം ഇരുന്നു കളിച്ചു. അവൻ എന്തൊക്കെയോ കളിച്ചു, ഞാനും കൂടി കളിച്ചു. എന്നിട്ട് അപ്പോഴേക്കും എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് നമ്മുടെ അപ്പു വന്നത്. അപ്പു പിന്നെ അവനിട്ട് കളിയായിട്ട് അവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ അവർ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാച്ചുവിന് അടുത്തൊരു സർപ്രൈസ് ഇപ്പോൾ വരും കേട്ടോ. അവനിങ്ങനെ ചിരിച്ചിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വേറെ ഒരു ടീമും കൂടെ വരും. അത് അതിന് സന്തോഷമാവും. കാരണം എന്താ, അവൻ്റെ ഏട്ടനുണ്ട് അവൻ്റെ കൂടെ. പിന്നെ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. രണ്ടുപേരും ഭയങ്കര കളി ബഹളം. കുറച്ച് ദിവസമായി കണ്ടതിൻ്റെ സന്തോഷം. ഒരു ഭയങ്കര കൂട്ടാണ് കേട്ടോ. ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് കുറുമ്പൻ നമ്മുടെ പാച്ചുവാണ്. കുഞ്ചു ആണെങ്കിൽ അനിയൻ എന്നുള്ളതിൽ ഭയങ്കര, പാച്ചു എൻ്റെ അനിയൻ, എൻ്റെ കുഞ്ഞുവാവയാന്ന് പറഞ്ഞിട്ടാണ് ഫുൾ ടൈം നടക്കുക. പിന്നെ ഓരോരോ കുശലാന്വേഷണങ്ങളും കളി ബഹളങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ അവരെന്തൊക്കെയോ കളിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് കുറച്ച് അടുക്കളയിൽ പണികളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന സ്ഥിതിക്ക് എനിക്ക് പെട്ടെന്നൊട്ട് പോകാനും തോന്നുന്നില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ കറങ്ങി തിരിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അടുക്കളയിൽ പോകാം. വേറെ ഒന്നുമില്ല കേട്ടോ, പപ്പടം കാച്ചാനുണ്ട്, പിന്നെ മുളക് വറുക്കാനുണ്ട്, അച്ഛോൾ ബാക്കിയൊക്കെ രാവിലെ കഴിഞ്ഞു. കാരണം പാച്ചുള്ളതുകൊണ്ട് എല്ലാ പണിയും പെട്ടെന്ന് തീർക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ അടുക്കളയിലെത്തി. അടുക്കളയിൽ പപ്പടം കാച്ചാൻ വെച്ചു, പിന്നെ മുളക് വറുക്കണം. അപ്പോൾ ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാച്ചു അവരൊക്കെ ഉള്ളതുകൊണ്ട് പാച്ചു അങ്ങനെ നമ്മളെ അടുത്തേക്ക് വന്നതാവണില്ല. ആ ടൈം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയൻ ഓഫീസ് പോകണ മുന്നേ എല്ലാ പണിയും തീർത്തിട്ട് പിന്നെ അവൻ്റെ കൂടെ നടക്കും. ഇതിപ്പോൾ കുഴപ്പമില്ലല്ലോ, ഏട്ടനൊക്കെ ഉണ്ടല്ലോ. എന്നാൽ ഇടയ്ക്കൊന്ന് വന്ന് കണ്ണ് ഓടിച്ച് പോവും. പിന്നെ അവിടെ കുറച്ച് ബ്രഷൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവന്മാർ ആ ബ്രഷ് ഉച്ചയ്ക്കാണ് പല്ല് തേക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പല്ലൊക്കെ തേക്കുകയാണ്. പാച്ചു ഇങ്ങനെ വെറുതെ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ കടിച്ച് നിൽക്കുക ചെയ്യാട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പം ഞങ്ങൾ വെറുതെ ക്യാമറ കണ്ടപ്പോൾ ഓരോ കോപ്രായങ്ങൾ കാണിക്കുകയാണ്. അങ്ങനെ പപ്പടം എന്ന് വെച്ചാൽ അപ്പളാണ് കിട്ടി. ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ അപ്പളാണ് കിട്ടിയത്. അപ്പളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടേക്കണത് ബാംഗ്ലൂരൊക്കെ എൻ്റെ പേരശ്ശമ്മ അപ്പളത്തിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കിഷ്ടമാണ്. അപ്പോൾ അതേ കിട്ടിയുള്ളൂ. പപ്പടം ഇൻസ്റ്റാമാർട്ടിൽ കിട്ടുന്നേ ഇല്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളും വർത്തമാനങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരു തൊട്ട് മുന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പപ്പടമൊക്കെ ചൂടോടൊക്കെ ആക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് പാച്ചു വന്ന് അമ്മ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതെന്താന്ന് അവൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ പപ്പടം കാച്ചുമ്പോൾ അവനെ എടുക്കാൻ ഭയങ്കര പേടി. പക്ഷെ അവൻ ഭയങ്കര വാശിയായപ്പോൾ ഞാനങ്ങോട്ട് ജസ്റ്റ് എടുത്തു. അപ്പോൾ ഇവിടെ അമ്മയുണ്ട് കേട്ടോ, അമ്മയുണ്ട്. പക്ഷെ അമ്മ വന്നു കഴിഞ്ഞാൽ കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഞാൻ തന്നെ ചെയ്യാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു കോപ്രായങ്ങൾ കാണിച്ചു. അപ്പോൾ അമ്മ പായസം, അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസം അപ്പമൊക്കെ കഴിക്കുകയാണ്. ആളൊരു മധുരപ്രിയാണ്. പിന്നെ ഞാൻ കായം ചെയ്യുന്നത് ജസ്റ്റ് വേവിച്ച് വെച്ചുള്ളൂ. ഞങ്ങൾ യൂഷ്വലി വെക്കുന്നത് ചിലപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം മറ്റേ മെഴുക്ക് വരട്ടിയില്ലേ, അതുപോലെ വെക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ നാത്തൂന് ഇങ്ങനെ മുളകും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് ഇടാനാണ് ഇഷ്ടം. അപ്പം എന്നാൽ ഇന്ന് അവൾ വന്നതല്ലേ, അവളുടെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോരുത്തർ വെള്ളം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെഴുക്ക് വരട്ടി ഏകദേശം സെറ്റപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് ജസ്റ്റ് മുരിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സിമ്മിലിട്ടു. അങ്ങനെ അവന് വെള്ളമൊക്കെ കൊടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉപ്പേരി ആയിട്ടുണ്ട്. നല്ലതായിരുന്നു കേട്ടോ. പിന്നെന്താ പറയാൻ, വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലെന്നേ. ഇതൊക്കെ തന്നെയാണ് പരിപാടീസ്. പിന്നെ ഞങ്ങൾക്ക് വൈകുന്നേരം കുറച്ച് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഉച്ചയായപ്പോൾ ഞാൻ വിളക്ക് കത്തിച്ച് വെച്ചു. അവൻ്റെ പിറന്നാളല്ലേ, അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു. ഇപ്പോൾ അടുക്കളയിൽ തന്നെയാണ് ഞാൻ വിളക്കൊക്കെ കത്തിച്ച് വയ്ക്കാം. പിന്നെ അവനെ ഊണ് കഴിപ്പിക്കുന്ന ഒരു ടാസ്ക് ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവനും കുഞ്ചും കൂടിയിട്ട് കുറച്ച് മുന്നേ തന്നെ ഇതൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ ഞാനിന്ന് വെച്ചത് ഒരു മോരൊഴിച്ച കൂട്ടാൻ, ഓലൻ, പിന്നെ
ഈ ഉപ്പേരി എടുത്തതായിട്ട് കുറച്ചേ വെച്ചിട്ടുള്ളൂ. കാരണം രാത്രി ഞങ്ങൾ മിക്കതും പുറത്തുനിന്നായിരിക്കും കഴിക്കുക. പിന്നെ പപ്പടം, കൊണ്ടാട്ടം മുളക്, പിന്നെ ഉള്ളത് അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസം വെക്കാതെ കഴിഞ്ഞു. അങ്ങനെ ഞാനിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. കുറേ ഇതും വർത്താനമൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു. അപ്പോൾ സ്പെഷ്യലായിട്ട് ഞാൻ വിളിച്ചായിരുന്നു പിറന്നാളായിട്ട്, അവനും അതാണ് വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ പരിപാടീസ്. ഇനി ഞങ്ങൾക്ക് വൈകിട്ട് 1-2 കറക്കങ്ങളുണ്ട്. ആ കറക്കങ്ങളും കൂടി അത് വാവയ്ക്ക് എന്തോ ബ്ലൗസ് പീസ് എടുക്കാനും അമ്മയ്ക്കൊക്കെ ബ്ലൗസ് പീസ് എടുക്കാനും കാര്യങ്ങളുമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കലാണ് ഇന്നത്തെ പ്ലാനിങ്. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നറിയില്ല. കാരണം കുട്ടീസ് ഉള്ളതുകൊണ്ട് എന്തൊക്കെയാണ് ഈ തീരുകയെന്നൊന്നും സത്യം പറഞ്ഞാൽ അറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു വാട്ടർ ബോട്ടിൽ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ, ബസ്സിൻ്റെ പോലെയുള്ളത്. അപ്പോൾ ഞാൻ 2 ഓർഡർ ചെയ്തു. 2 ഓർഡർ ചെയ്ത് അത് വന്നത് കറക്റ്റ് ബർത്ത്ഡേയുടെ പിറന്നാളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൻ്റെ ഒരു ഗിഫ്റ്റ് കൊടുത്തത്. പിന്നെ കുഞ്ചു ഉണ്ടായിരുന്നു. ഞാൻ 1 മേടിച്ചിരുന്നെങ്കിൽ കുഞ്ചുവിനാകതാവായിരുന്നു. അപ്പോൾ ഞാൻ 2 മേടിച്ചത് എന്തായാലും കറക്റ്റായി. അതുകൊണ്ട് ഞാൻ ഹാപ്പിയായി. അത് കഴിഞ്ഞ് അത് ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. പിന്നെ ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ചിട്ട് നല്ല ഉറക്കമായി. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു വീഡിയോ എടുത്തോളാം. എനിക്ക് എണീക്കാൻ മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ കിടക്കണ കാണാൻ ഭയങ്കര രസം. അങ്ങനെ അപ്പോൾ അതൊരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഇനി നല്ലപോലെ ഉറങ്ങിയില്ലെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും ആകെ വാശിയാവും. അതുകൊണ്ട് എല്ലാവരും ഉറങ്ങിക്കോളം പറഞ്ഞ് എല്ലാവരും സൂപ്പറായിട്ട് ഉറങ്ങി. അതിന് ബാക്കി ആരുമല്ല കേട്ടോ വാശിയാവും, പിള്ളേരുടെ കാര്യം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മേക്കപ്പ് കഴിഞ്ഞ് എത്രയായിട്ട് ഇറങ്ങാത്തതിന് അമ്മയുടെ വക ചീത്ത കേട്ടിട്ടാണ് ഞങ്ങൾ ഈ നടക്കണത്. അപ്പോൾ നടക്കണതിൻ്റെ കൂട്ടത്തിലുള്ള ഭ്രാന്തുകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ബാക്കിൽ കാണുന്നത് ഒരു ലേഡീസ് ഹോസ്റ്റലാണ്. ഈ അമ്പക്കാടൻ ജംഗ്ഷനിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ലേഡീസ് ഹോസ്റ്റലുണ്ട്. പിന്നെ അടുത്ത് തന്നെ വലിയ വലിയ ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വഴി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് മെയിൻ റോഡിലേക്ക് കയറാനും പറ്റും. ഓട്ടോ കിട്ടാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഞങ്ങൾ സ്ഥിരം റൂട്ടാണ്. കാരണം ഈ സൈഡിലോട്ട്, അതായത് റൗണ്ടിലേക്ക് പോകാൻ കുറച്ചും കൂടി എളുപ്പം അവിടെയാണ്. അങ്ങനെ ഓട്ടോ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ MG റോട്ടിലേക്കാണ് പോകേണ്ടത്. സീതാറാം മാച്ചിങ് സെൻറ്ററിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഒരാൾ പോലും സമ്മതിക്കില്ല. അവസാനം ഈ ചേട്ടനാണ് ഞങ്ങളെ മക്കളെയൊക്കെ എടുത്ത് നിൽക്കല്ലേ കയറിക്കോ എന്ന് പറഞ്ഞത്. ഭാഗ്യത്തിന് MG റോട്ടിൽ വലിയ തിരക്കും ബഹളവും വിളിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പക്ഷേ സീതാറാമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ അവർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ ഭീമയിലേക്ക് പോയി. വാവയ്ക്ക് മൂക്കുത്തി മേടിക്കണം എന്നോ, മൂക്കുത്തി അവളുടെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ മാരേജ് വരുന്നുണ്ട്, ആ സമയത്തേക്ക് ഒരു മൂക്കുത്തി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മൂക്കുത്തി മേടിക്കാനാണ് ഭീമയിൽ പോയി. എൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ നോക്കലായിരുന്നു. അവരൊക്കെ ഭാഗ്യത്തിന് അവിടെ ഒരു ഇങ്ങനെ ഉരുസണ സാധനമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ഭയങ്കര കളിയും ബഹളമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിള്ളേർ അവിടെ ഓടി നടന്നാകെ ഇതിപ്പോൾ ആ ഒരു ഏരിയയിൽ കുറേ നേരം അവർ നിന്നു. അവർ കുറച്ച് നേരം ഉണ്ടായിരുന്നു പർച്ചേസ്. പക്ഷേ എന്തായാലും അവർ കുറേ നേരം അവിടെ നിന്നു. അതുകൊണ്ട് പിന്നെ അവരെ നോക്കി. പക്ഷെ അപ്പോഴും നമുക്ക് ഈ കുഞ്ചുവിന് കുഴപ്പമില്ല, പാച്ചുവിന് ഈ കയറുന്ന കാര്യം എനിക്ക് ഇത്തിരി ശങ്കയാണ്. പക്ഷെ അവസാനമായപ്പോൾ അവൻ ഒറ്റയ്ക്കെല്ലാം ചെയ്തു തുടങ്ങി. കുറേ നേരം അവിടെ നിന്നേ. അങ്ങനെ അവരൊക്കെ അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതിന് പുളിമൂട്ടിൽ പോയിട്ട് അവസാനം വരെ ഇരിപ്പായി. അവിടെ അധികം നേരമൊന്നും ഉണ്ടായില്ല. അണ്ടർ സ്കേർട്ടോ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചേ. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ മധുരയിൽ പോയപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരയിൽ വീഡിയോ ഉള്ളിലെടുക്കാൻ നിന്നപ്പോൾ ഭയങ്കര ഇരുട്ടാണ്. മൊത്തത്തിലൊരു ഇരുട്ടാണ് മധുര എന്നുള്ളത് ഈ ഒരു വീഡിയോ എടുക്കാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അവിടെ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റൊക്കെ കണ്ടപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അറിയുന്ന 2 പേരെ കണ്ടു. അങ്ങനെ കുറച്ച് നേരം അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു. ഭക്ഷണമൊക്കെ വന്നു കേട്ടോ. റോസ്റ്റ്, നൂഡിൽസ്, കുറേ സാധനങ്ങൾ എന്തൊക്കെയൊക്കെയോ, റൊട്ടി, അങ്ങനെ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. മധുരയിലെ ഫുഡ് ആസ് യൂഷ്വൽ നല്ല സൂപ്പറാണ്. ബട്ടർ നാൻ ഉണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞ് അപ്പം ഞാനാണെങ്കിൽ വീഡിയോ ഇങ്ങനെ റെഗുലറായിട്ട് ഇടണം എന്നാണല്ലോ വിചാരിക്കണേ. അപ്പോൾ എല്ലാ വീഡിയോ എടുക്കണം എന്ന്